തുടരുന്ന ഗാർഹിക സ്ത്രീധന പീഡനങ്ങളിൽ ഒന്നുകൂടി. കൊല്ലം സ്വദേശിനിയായ അതുല്യ ശേഖറാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ ജീവൻ വെടിഞ്ഞത്. ശാസ്താംകോട്ട സ്വദേശിയായ ഭർത്താവ് സതീഷ് തന്നെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ വീഡിയോയും ചിത്രങ്ങളും അതുല്യ സഹോദരിക്ക് അയച്ചു കൊടുത്തിരുന്നു. ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. കസേര ഉപയോഗിച്ച് മർദ്ദിക്കുന്നതും വീഡിയോ എടുത്ത് നിനക്ക് ബോറടിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നതും മർദ്ദിക്കുന്നതും ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. ചില വീഡിയോകളിൽ അതുല്യയുടെ നിലവിളിയും കേൾക്കാം. മദ്യപിച്ചു കഴിഞ്ഞാൽ ക്രൂരപീഡനം, സംശയം. ഫ്ളാറ്റിൽ അതുല്യയെ പൂട്ടിയിട്ടാണ് സതീഷ് ജോലിക്ക് പോകുന്നത്. സതീഷിന് വിവാഹ സമയത്ത് 48 പവൻ സ്വർണം നൽകിയെങ്കിലും വീണ്ടും സ്വർണം വേണമെന്നാവശ്യപ്പെട്ട് അതുല്യയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. 75,000 രൂപ നൽകി 11 വർഷം മുൻപ് ബൈക്ക് വാങ്ങി നൽകിയിരുന്നുവെന്നും എന്നാൽ അതിനുശേഷം കാർ വേണമെന്ന് ആവശ്യപ്പെട്ട് പീഡനമുണ്ടായെന്നും മൊഴിയിൽ പറയുന്നു. അതേസമയം അതുല്യയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഭർത്താവ് സതീഷിനെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൊലപാതക കുറ്റം, സ്ത്രീധന നിരോധന നിയമം, ആത്മഹത്യാ പ്രേരണ കുറ്റം തുടങ്ങിയ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. അമ്മയുടെയും അച്ഛന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. ഷാർജ പോലീസും കേസ് എടുത്തിട്ടുണ്ട്. 19-ാം വയസ്സിൽ വിവാഹിതയായ അതുല്യ തന്റെ 30 വയസ്സുവരെ അനുഭവിച്ചത് എണ്ണമറ്റ ക്രൂരതകൾ. അവസാനം ഒരു പിറന്നാൾ ദിനത്തിൽ സ്വയം ജീവൻ വെടിഞ്ഞു. ഭർത്താവിന്റെ അതിക്രൂരമായ പീഡനങ്ങളിൽ സഹികെട്ട് 1.5 വയസ്സുകാരിയെ കൊന്ന് കൊല്ലം സ്വദേശി വിഭജിക ആത്മഹത്യ ചെയ്ത വാർത്തയുടെ ചൂട് തീരും മുന്നെയാണ് UAE ഷാർജയിൽ സമാനമായ സംഭവം നടന്നത്.